സംഗീത ലോകത്തെ പുതുശബ്ദത്തെ സിനിമാ ലോകവും ഇഷ്ടത്തോടെയാണ് കണ്ടത്. വേറിട്ട ആലാപന മികവുകൊണ്ട് തന്നെ തേടിയെത്തിയ പാട്ടുകളെല്ലാം ഉജ്ജ്വലമാക്കുക തന്നെ ചെയ്തു ഇവർ. അക്കാലത്തെ സിനിമയിലെ പ്രഗത്ഭരായ സംഗീത സംവിധായകരുടെയെല്ലാം പ്രശംസ നേടാനുള്ള ഭാഗ്യമുണ്ടായി ഈ ഗായികയ്ക്ക്. സിനിമയിലേക്കുള്ള എൻട്രി സത്യം പറയുകയാണെങ്കിൽ ഈ കവിത ചൊല്ലലിൽ കൂടെയാണ് ഉണ്ടായത്. അതായത് ഞങ്ങളുടെ മലയാളം പ്രൊഫസറായിരുന്നു അന്നത്തെ പ്രൊഫസർ പി നളിനകുമാരി ടീച്ചർ മരിച്ചുപോയി. ആ ഓർമ്മയ്ക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ടീച്ചറാണ് ശരിക്കും ഞാൻ സിനിമയ്ക്ക് വരാനുള്ള ഒരു കാരണക്കാരി. ശോഭന പരമേശ്വരൻ നായർ അദ്ദേഹം എടുത്തിരുന്ന അഭയം എന്നുള്ള പടത്തിൽ ഒരു വോയിസ് ടെസ്റ്റ് നടത്താൻ വേണ്ടി, അപ്പോൾ എനിക്കന്ന് ഞാൻ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പൊതുവേ ഈ ശോകഗാനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്ന് ഈ മിണ്ടാപ്പെണ്ണ് എന്നുള്ള പടത്തിൽ എസ് ജാനകിയമ്മ പാടിയൊരു പാട്ടുണ്ട്. അന്ന് ആ സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. പൂമണിമാരൻ്റെ കോവിലിൽ പൂജയ്ക്കെടുക്കാത്ത പൂ ഞാൻ അനുരാഗമോഹന വീണയിൽ താളം പിഴച്ചൊരു ഗാനം ഞാൻ. ഇതാണ് ആ പാട്ട്. അപ്പോൾ ഇതാണ് ഞാൻ അവിടെ ആദ്യമായിട്ട് പാടുന്നത്, ഇതിനു വേണ്ടി പാടുന്നത്, വോയിസ് ടെസ്റ്റിന് വേണ്ടി പാടുന്നത്. പാടിക്കഴിഞ്ഞപ്പോൾ അവിടെ ആ സമയത്ത് അവിടെ ആർ കെ ശേഖർ എന്ന AR റഹ്മാൻ്റെ അച്ഛൻ ആർ കെ ശേഖർ ഉണ്ടായിരുന്നു, സ്വാമി ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ സലിൽദ ഈ ഇതിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സലിൽദ ശ്രദ്ധിച്ചതാണോ എനിക്കറിഞ്ഞൂടാ, ഏതായാലും ഇത് കേട്ടു. അപ്പോൾ അന്നേരം ആർ കെ ശേഖർ പറഞ്ഞു, അയ്യോ പാടി പാടി ரொம்ப നല്ല വോയിസ് പാടി വരുമ്പോൾ എന്നാൽ എൻഡിങ് എല്ലാം വരുമ്പോൾ അത് ശരിക്കും സുശീലാമ്മ വോയിസ് മാതിരിയേ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുക്കാന്ന് ആർ കെ ശേഖർ. പക്ഷേ അതിലൊരു ചെറിയ ശതമാനം സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഗാനമേളയ്ക്കൊക്കെ എന്നെ വിളിക്കുമ്പോഴും കൂടുതലും സുശീലാമ്മയുടെ പാട്ടുകളാണ് എനിക്ക് സെലക്ട് ചെയ്ത് തരാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ഗായികയാണ് സുശീലാമ്മ. ആ വോയിസിൻ്റെ ഒരു റിസംബ്ലൻസ് ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സ് നിറഞ്ഞു, അത്രയ്ക്ക് സന്തോഷം തോന്നി. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സലീൽദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നല്ല വോയിസ്, നന്നായിട്ട് നല്ല ഫീലിങ്സൊക്കെ തോന്നിക്കുന്ന ഒരു വോയിസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഇതിൻ്റെ പുറകിൽ കവിതയ്ക്ക് പകരം ഒരു ഹമ്മിങ് ആക്കാമെന്ന് പറയും. അങ്ങനെ ഭയങ്കര ശോകമായിട്ടുള്ള ഒരു ഹമ്മിങ് സലീൽദ എനിക്ക് പറഞ്ഞു തന്നു. ആ ഹമ്മിങ്ങാണ് ഇവിടെ സിനിമയിൽ അവസാനം ഇട്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അടുത്ത സിനിമ CRK നായർ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ശബരിമല ശ്രീധർമ്മശാസ്ത്ര എന്നുള്ള സിനിമ എടുത്തപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമി ഈ വോയിസ് പാടും എന്ന് പറഞ്ഞു. ആ ശബരിമല ശ്രീധർമ്മശാസ്ത്രയിലെ ഞാറ്റുവേലയ്ക്ക് ഞാൻ നട്ട പിച്ചകം വയലാർ സാർ എഴുതി സ്വാമി ട്യൂൺ ചെയ്ത്, അതാണ് എൻ്റെ ആദ്യത്തെ സിനിമാ ഗാനം. ഞാറ്റുവേലയ്ക്കു ഞാൻ നട്ട പിച്ചകം ആറ്റുനൂറ്റു പൂക്കുത്തി, ആദ്യത്തെ പൂവുമായി കാവിൽ ഞാൻ ചെന്നപ്പോൾ ആ പൂ ചൂടാൻ ഒരാളെത്തി. സിനിമയിൽ ഒരു പാട്ടുകാരി എന്ന നിലയിൽ കൂടുതൽ ഉയരങ്ങൾ താണ്ടാമായിരുന്നു സുശീലാദേവിക്ക്. പ്രതിഭയുള്ള ഈ ഗായികയെ സിനിമയും ഏറെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സിനിമയ്ക്കൊപ്പം നിൽക്കാൻ പല കാരണങ്ങളാലും ഇവർക്ക് കഴിയാതെ പോയി. ഒരുപാട് പാടിയില്ലെങ്കിലും പാടിയ ഗാനങ്ങൾ കൊണ്ട് തന്നിലെ ഗായികയെ സിനിമയിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്തു ഇവർ. എന്നോട് ദക്ഷിണാമൂർത്തി സ്വാമി പറഞ്ഞു, അവിടെ താമസിക്കണം, ചെന്നൈയിൽ മദ്രാസിൽ താമസിക്കണം, എങ്കിലേ ഇത് കൂടുതൽ ചാൻസസ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ട് ഞാനിവിടെ BA പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതുകൊണ്ട് BA പഠിത്തം കഴിയാതെ ഇനി അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് BA കഴിഞ്ഞിട്ടേ ഞാൻ അവിടെ പോയി താമസമാക്കിയുള്ളൂ. പക്ഷേ ഇതിനിടയിൽ കൂടെ തന്നെ ഈ ആദ്യത്തെ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ എന്നെ വളരെ അധികം താമസിയാതെ തന്നെ ഈ സിന്ദൂരച്ചപ്പം എന്നുള്ള പടത്തിൽ ദേവരാജ മാഷയുടെ സംഗീതത്തിൽ ഒരു റെക്കോർഡിങ്ങിന് ചാൻസ് വന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടുന്ന് തിരുവനന്തപുരത്തുനിന്ന് പോയി. അതാണ് സിന്ദൂരച്ചപ്പം എന്നുള്ള പടത്തിനകത്തെ മണ്ടച്ചാരയും ഒട്ടത്തലയിൽ എന്നൊരു പാട്ട്. ഒരു ഫണ്ണി സോങ് ആണെങ്കിലും അത് വളരെ പോപ്പുലറായി, മാധുര്യമായിട്ട് ഞാൻ പാടിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനിങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്കിവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. അത് കഴിഞ്ഞ് പഠിത്തമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവിടെ പോയി 2 വർഷത്തോളം ഞാൻ താമസിച്ച കാലയളവിൽ കുറേ 3-4 പടങ്ങളും കൂടിയൊക്കെ എനിക്ക് പാടാനുള്ള ഒരു ഭാഗ്യം വന്നു. അതിൽ BN മേനോൻ്റെ അദ്ദേഹം സംവിധാനം ചെയ്ത പണിമുടക്ക് എന്നുള്ള പടത്തിൽ ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഗാനക്കുയിലായ എസ് ജാനകിയമ്മയായിട്ട് പാടാനുള്ള ഒരു
അവസരം എനിക്ക് വന്നു. അതിൽ വിജയദശമി എന്നൊരു പാട്ട് ഞാനും ജാനിയമ്മയും കൂടെ പാടിയിട്ടുണ്ട്. എന്നെ കൂടുതൽ പാട്ട് പാടിപ്പിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ബാബുരാജാണ്. ബാബുക്കാണ് എന്നെ കൂടുതൽ പാട്ട് തന്നിട്ടുള്ളത്. ഈ സംഭവാമി യുഗയുഗം എന്നുള്ള പടത്തിലെ ദാസേട്ടനുമായിട്ട് മൂക്കില്ല രാജ്യത്തെ രാജാവിനെ, അതാണ് ബാബുക്ക എന്നെ ആദ്യം പാടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഈ വിജയദശമി പണിമുടക്കം എന്നുള്ളത്. പിന്നെ സ്വർണ്ണ മത്സ്യം എന്നുള്ള പടം, പിന്നെ പുത്തൻ വീട്, ഇങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ബാബുക്കയുടെ ആയിരുന്നു. പിന്നെ അവിടെ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്നെ ഒരുപാട് പ്രോഗ്രാം ചെയ്യാനുള്ള അവസരവും കൂടെ വന്നു. എനിക്ക് ഫിലിമിൽ പാടുന്ന പോലെ തന്നെ ഈ പാട്ട് കേട്ടിട്ട് അവിടെയെല്ലാം തമിഴ് സോങ്സ് ആണല്ലോ കംപ്ലീറ്റ്. അവിടെ തമിഴ് ഗാനമേള നടത്താനുള്ള അവസരങ്ങൾ ഒരുപാട് വന്നു. അങ്ങനെ കുറക്കാലം ഞാൻ അവിടെ ഗാനമേള നല്ലപോലെ നടത്തിയിട്ടുണ്ടായിരുന്നു.